നമസ്കാരം, ഞാൻ രതീഷ് രാജൻ. കൊല്ലവർഷം 1201 ആണ്ട്, അതായത് ക്രിസ്തുവർഷം 2025 ഓഗസ്റ്റ് മാസം 17 തീയതി മുതൽ 2026 ഓഗസ്റ്റ് മാസം 16 തീയതി വരെയുള്ള ഒരു വർഷക്കാലം ഒരു രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സാമാന്യമായിട്ടുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലം പൊതുവെ ഗുണപ്രദമായിരിക്കും. എങ്കിലും രണ്ടാം പകുതി, വർഷത്തിൻ്റെ രണ്ടാം പകുതി ചെറിയ രീതിയിലുള്ള ചില പ്രശ്നങ്ങൾക്ക് നിറഞ്ഞ ഒരു കാലഘട്ടം കൂടി ആയിരിക്കും. ആദ്യത്തെ വർഷം നല്ല രീതിയിലുള്ള ഫലങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഉണ്ടാവും. സാമ്പത്തിക നേട്ടം, പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അധികമായിട്ടുള്ള സാമ്പത്തിക നേട്ടമുണ്ടാവും. കയ്യിൽ കിട്ടുന്ന ധനം നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള പല ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങളും ആദ്യത്തെ പകുതിയിൽ ഉണ്ടാകുമെങ്കിലും രണ്ടാമത്തെ പകുതി ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നിറഞ്ഞതായിരിക്കും. വീട്ടിൽ നിന്ന് മാറി വീട്ടുകാരുമായിട്ടുള്ള വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവാം. അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകളും വഴക്കുകളൊക്കെ ഉണ്ടാകുന്നതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവാം. പ്രത്യേകിച്ച് മാതൃജനങ്ങളുമായിട്ട് മാതൃതുല്യരായിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില വഴക്കുകളൊക്കെ ഉണ്ടാകുന്നുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യവും കൂടി ഉണ്ടാവും. തൊഴിൽ സംബന്ധമായിട്ട് പറയുമ്പോൾ ഒന്നിലധികം തൊഴിൽ മേഖലകളിൽ നിന്ന് ഏർപ്പെടാനും അതുവഴി പല രീതിയിലുള്ള ധനലാഭം ഉണ്ടാകുന്നതിനുള്ളൊരു സമയവും കൂടിയാണ് ഈ ഒരു വർഷക്കാലം. ഒന്നിലധികം തൊഴിൽ മേഖലകളിൽ ഒരേ സമയത്ത് തന്നെ പല മേഖലകളിൽ തൊഴിലെടുക്കുന്നതിനും തൊഴിൽ മേഖലകളിലൂടെ സഞ്ചരിക്കുന്നതിനൊക്കെ അവസരമുണ്ടാകും. വിദേശവാസവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ തിരിച്ച് നാട്ടിൽ വന്ന് സ്ഥിരതാമസമാക്കുന്നതിനുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരു വർഷക്കാലം. വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വാഹനങ്ങൾ, പ്രത്യേകിച്ച് ടൂ വീലറുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇനിയുള്ള ഒരു വർഷക്കാലം. വാഹനങ്ങളിൽ നിന്നുള്ള പലതരത്തിലുള്ള ആപത്തുകളും ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ കുറച്ചും കൂടി കാലം കഴിഞ്ഞതിന് ശേഷം വാങ്ങുന്നതായിരിക്കും നല്ലത്. വാഹനങ്ങളിൽ നിന്നുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വർഷക്കാലം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളിൽ പറയുമ്പോൾ കാലിനുണ്ടാകുന്ന ചില അസുഖങ്ങൾ, കാൽമുട്ടുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന അസുഖങ്ങൾ, കാലിനെ ബാധിക്കുന്ന എല്ലാ തരത്തിലുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ പോലുള്ള ചില അസുഖങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജലത്തിൽ നിന്നുണ്ടാകുന്ന ചില അസുഖങ്ങൾ, ജലജന്യമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾ അതിന് കൃത്യമായിട്ടുള്ള മരുന്നുകൾ കഴിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള ചെക്കപ്പുകളൊക്കെ നടത്തി കൃത്യമായിട്ട് പോവുകയും ചെയ്യേണ്ടതാണ്. പൊതുവെ ഈശ്വരാധീനം ഉള്ള ഒരു കാലഘട്ടം തന്നെയാണ് ഈ ഒരു വർഷക്കാലം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനും അവരുടെ ദോഷഫലങ്ങളൊക്കെ മാറുന്നതിനും വേണ്ടിയിട്ട് എല്ലാ മാസവും പക്കപ്പിറന്നാൾ തോറും ഗണപതി ഹോമം നടത്തി പോരുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ സർപ്പപ്രീതികരങ്ങളായിട്ടുള്ള വഴിപാടുകൾ, സർപ്പ ആരാധനയുള്ള സർപ്പ സങ്കേതങ്ങളിൽ പോയിട്ട് സർപ്പപ്രീതികരങ്ങളായിട്ടുള്ള നൂറും പാലും പോലെയുള്ള വഴിപാടുകളൊക്കെ നടത്തി പോരുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ അന്നദാനം നടത്തുന്ന അഗതികളായിട്ടുള്ള ആളുകൾക്ക് അന്നദാനം നടത്തി പോരുന്നത് വളരെയധികം നല്ലതാണ്. എല്ലാ രോഹിണി നക്ഷത്രക്കാർക്കും വരുന്ന ഒരു വർഷക്കാലം ഐശ്വര്യപ്രദമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.